ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 369 എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലുള്ള ഒരു മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സീക്രട്ട് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഞാനൊരു പവർഫുൾ അഫർമേഷൻ പറയാം. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ രാവിലെ 3 തവണ പറയണം. ആ അഫർമേഷൻ തന്നെ ഉച്ചയ്ക്ക് 6 തവണ പറയണം. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപ് 9 തവണ പറയണം. ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ എഴുതുക. നിങ്ങൾ എഴുതാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 369 മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. ആ ഫോർമാറ്റിൽ നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അത് ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് അയച്ചോളൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഇനി നിങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും എഴുതാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അഫർമേഷൻ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആരിൽ നിന്നാണോ ആ സ്നേഹവും കെയറും ഒക്കെ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ ആരെയാണോ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പേര് പറയുന്നുണ്ട്, ചിത്ര എന്നുള്ളത്. ഓക്കെ, ചിത്ര എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ള ഒരു അഫർമേഷനാണ്. അപ്പോൾ ഈ അഫർമേഷനിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്കുണ്ടാകാനുള്ള എല്ലാവിധ വേർഡ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി അഥവാ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നന്ദിയുള്ളവനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ലേഡീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്ദിയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ സന്തോഷവാനും എന്നുകൂടി പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ആ സംഭവം നടക്കുന്നു, നമ്മളെ കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു എന്നുള്ള വേർഡ്സുകൾ കൂടി യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, ഇതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതുകൂടി പറയാം. ഒന്നുകൂടി ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞിട്ട് അത് പറയാം. ചിത്ര എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഈ ഒരു സെൻറ്റൻസില്ലേ, നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. പേര് മാറ്റിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് മനസ്സിൽ ഇങ്ങനെ പറയുക എന്നുള്ളതാണ്. 3 തവണ രാവിലെ എണീറ്റ ഉടനെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ ജസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കുക. ലെഫ്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ചേർത്ത് വെച്ചതിന് ശേഷം കണ്ണുകൾ അടക്കുക. എന്നിട്ട് നന്നായിട്ട് സ്നേഹവും ലവും ജോയും ഇതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഫീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ മുൻപിൽ ഉള്ളതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. പുഞ്ചിരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടതിന് ശേഷം ആ വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് ടോക്ക് ചെയ്യുന്നു, നിങ്ങൾ അങ്ങോട്ട് ടോക്ക് ചെയ്യുന്നു, മീൻസ് സംസാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കുന്നതായിട്ട് മനസ്സിൽ നന്നായിട്ട് ഫീൽ ചെയ്യുക. അത് കേൾക്കുന്നു, നിങ്ങൾ അതിന് മറുപടി പറയുന്നു, അത് മാക്സിമം ഫീലോടുകൂടി അനുഭവിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ഇമോഷൻസിൽ നിങ്ങൾ കുറച്ച് ടൈം ഇരിക്കുക എന്നുള്ളതാണ്, ഒരു 2 to 3 minutes. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ഞാൻ ആദ്യം പറഞ്ഞ അഫർമേഷൻ 3 തവണ മനസ്സിൽ പറയുന്നു, കണ്ണുകൾ അടക്കുന്നു, ചെസ്റ്റിൽ കൈവെക്കുന്നു, സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് ആ വ്യക്തി നിൽക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുന്നു, നിങ്ങളോട് സ്മൈൽ ചെയ്യുന്നു. സ്മൈൽ ചെയ്തതിന് ശേഷം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് കിട്ടിയല്ലോ. ഇനി ഉച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഉച്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഫർമേഷന് 6 തവണയാണ് പറയേണ്ടത്. അതിനുശേഷം സെയിം സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ചിലപ്പോൾ ഉച്ച സമയത്ത് നമ്മൾ ഈ നെഞ്ഞത്ത് കൈ വെച്ചുകൊണ്ട് നമ്മളിത് ഫീൽ ചെയ്യണമെന്നും വിഷ്വൽ ചെയ്യുന്നതും ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് പോസിബിൾ അല്ലെങ്കിൽ മിനിമം ഈ ഒരു 6 സെൻറ്റൻസ് എഴുതാനെങ്കിലും ശ്രമിക്കുക.
ഓക്കെ. അപ്പോൾ ആ ബ്രേക്കിൽ എപ്പോഴെങ്കിലും എഴുതി കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ മാത്രം 6 തവണയാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഇത് തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ പറയേണ്ടത് 9 തവണയാണ്. ആ 9 തവണ പറഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പുകൾ സെയിം തന്നെയാണ്. രാവിലെ ചെയ്തതുപോലെ തന്നെ കൈവെക്കുന്നു, മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നു, ആ വ്യക്തി നിങ്ങളോട് ചിരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് വിഷ്വൽ ചെയ്യുന്നു. അത് വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ഈ പറയുന്നത് വേണമെങ്കിൽ എഴുതുമ്പോൾ ഒന്നുകൂടി എഫക്റ്റീവാണ്. എഴുതാനാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ അയച്ചു തരാം. അതിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അയച്ചു തരുന്നതായിരിക്കും. ഇനി പറയുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ അതുപോലെ അങ്ങോട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ കെയർ ചെയ്യും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ധാരാളം ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. ഞാൻ യൂട്യൂബിലൂടെ ഒന്നും ഷെയർ ചെയ്യാത്ത ഒട്ടനവധി ടെക്നിക്കുകളുണ്ട്. അത്തരം ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാനും അതൊക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ചിങ്, പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും എനിക്ക്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 21 days പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് പറ്റും. എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കോച്ചിങ് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാത്ത കുറേ ടെക്നിക്കുകളുണ്ട്. അത്തരം ടെക്നിക്കുകളൊക്കെ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഗൈഡ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് വഴി 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി അത്തരം കോഴ്സുകളിലോട്ട് അല്ലെങ്കിൽ ഗൈഡൻസിലോട്ടൊന്നും വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിടുക. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. പഴയ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് ഫ്രീ ടൈമിലൊക്കെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.